هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم ونزعنا ما في صدورهم من غل إخوانا على سرر متقابلين സമാദരണീയരായ സത്യവിശ്വാസികൾ, സർവ്വലോക രക്ഷിതാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു ഇഷ്ടപ്പെടും വിധത്തിൽ ജീവിതം ക്രമീകരിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ, മുത്തക്കികളിൽ നാഥൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 പേരെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ 4 ആളുകളെക്കുറിച്ച് നാം സൂചിപ്പിക്കുകയുണ്ടായി. ഖുലഫാ ഉർ റാഷിദുകളായ 4 പേരെയാണ് നാം സൂചിപ്പിച്ചത്. പറയപ്പെട്ടവരുടെ ചരിത്രം മുൻപും നമുക്ക് കേട്ട് സുപരിചിതമായ ചരിത്രമൊക്കെ തന്നെയാണ്. എന്നാൽ അത്ര സുപരിചിതമല്ലാത്ത ആളുകളെക്കുറിച്ചാണ് ഇനി നമുക്ക് പറയാനുള്ളത്. അതിൽ 5-ാമനായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞത് സുബൈർ ബിനുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. നമുക്ക് ചർച്ച ചെയ്യാനുള്ളതും അദ്ദേഹത്തെക്കുറിച്ച് തന്നെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, വ സുബൈറും ഫിൽ ജന്ന, സുബൈർ റളിയല്ലാഹു അൻഹുവും സ്വർഗത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലവരു പറഞ്ഞതായി നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബൂവത്തിൻ്റെ 15 വർഷങ്ങൾക്ക് മുൻപാണ് സുബൈർ റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവ് അവ്വാം ബിൻ ഖുവൈലിദ് ആണ്.
ഹുവൈലിദ് എന്ന പേര് ഒരുപക്ഷെ നമുക്ക് സുപരിചിതമായിരിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ഖദീജ ബിൻത്ത് ഹുവൈലിദാണ്. ഖദീജ റളിയല്ലാഹു അൻഹയുടെ സഹോദരനാണ് അവ്വാം എന്ന് പറയുന്നത്. സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ സൊഫിയ ബിൻത്ത് അബ്ദുൽ മുത്തലിബ് ആണ്. ഈ പേരും നമുക്ക് സുപരിചിതമാണ്. അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പയുടെ ഉപ്പയാണ്, വല്യാപ്പയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി 2 വഴിയിലൂടെ ബന്ധമുള്ള ആളാണ് സുബൈർ റളിയല്ലാഹു അൻഹു. ഒന്ന് വാപ്പയുടെ സഹോദരിയുടെ അഥവാ അമ്മായിയുടെ മകനുമാണ്. മറ്റൊന്ന് ഭാര്യ സഹോദരൻ്റെ അഥവാ അളിയൻ്റെ മകനുമാണ് സുബൈർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കുനിയത്ത് അബു അബ്ദുള്ള എന്നാണ്. അബു അബ്ദുള്ള എന്ന് പറയുന്ന തൻ്റെ മൂത്ത മകനിലേക്ക് ചേർത്തിയാണ് അദ്ദേഹം അബു അബ്ദുള്ള എന്ന പേരിൽ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു ലഖബ്, അപരനാമം എന്ന് പറയുന്നത് ഹവാരിയു റസൂലുള്ള എന്നാണ്. ഹവാരി എന്ന് പറഞ്ഞാൽ ഉറ്റമിത്രം, റജുലുൽ ഖാസ് എന്നൊക്കെയാണ് പറയപ്പെടാറുള്ളത്. ഹവാരിയുർ റസൂൽ എന്ന് പറഞ്ഞാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉറ്റമിത്രം, അടുത്ത ആൾ എന്ന അർത്ഥത്തിലാണ് ആ പ്രയോഗം അറബിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ പേര് ലഭിക്കാനുള്ള കാരണം ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹത്തെ ഈ പേര് വിളിച്ചിട്ടുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ചരിത്രം പറയുന്നത് ഖന്തക്ക് യുദ്ധത്തിൻ്റെ സമയം, മദീന വല്ലാത്ത പ്രതിസന്ധി അനുഭവിക്കുന്ന സമയം, മദീനയിൽ സ്വഹാബിമാർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മുഴുപ്പട്ടിണിയുടെ സമയത്ത്, കിടങ്ങു കുഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, പിന്നീട് മദീനയിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുള്ള ഒരു വഴിയിൽ താമസിക്കുന്നത് ബനൂ ഖുറൈള എന്ന് പറയുന്ന ജൂതഗോത്രമാണ്. അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കരാറിലിരിക്കെ തന്നെ മക്കയിൽ നിന്ന് വരുന്ന ശത്രുക്കൾക്ക് മദീനയിലേക്ക് അവരുടെ കോട്ടയുടെ വാതിലുകൾ തുറന്നു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയുമ്പോൾ അവരുടെ അടുത്ത് ചെന്ന്, ജൂതന്മാരായ ബനൂ ഖുറൈളയുടെ അടുത്ത് ചെന്ന് എന്താണ് അവരുടെ തന്ത്രങ്ങൾ എന്ന് അന്വേഷിച്ചു വരാൻ ആരാണ് ഉള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നുണ്ട്. മൻ യഅ്തീന ബിഖബരി ബനി ഖുറൈള, ബനൂ ഖുറൈളയുടെ വൃത്താന്തം എന്ത് എന്ന് അന്വേഷിച്ചു വരാൻ ആരാണ് ഉള്ളത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുമ്പോൾ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, പ്രവാചകരെ അതിന് ഞാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പറയുന്നതായി കാണാൻ കഴിയും. ഒരു തവണയല്ല, 3 തവണ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചോദ്യം പല സമയങ്ങളിലായി ആവർത്തിച്ചപ്പോഴും സുബൈർ റളിയല്ലാഹു അൻഹു തന്നെയാണ് അതിനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഏറെ ശ്രമകരമായ, അപകടം നിറഞ്ഞ ആ ദൗത്യം സുബൈർ റളിയല്ലാഹു അൻഹു ഏറ്റെടുക്കുകയായിരുന്നു. അദ്ദേഹം അതിന് സന്നദ്ധത പ്രകടിപ്പിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന ലിക്കുല്ലി നബിയിൻ ഹവാരി, എല്ലാ പ്രവാചകന്മാർക്കും ഒരു ഹവാരി ഉണ്ടാകും, ഒരു ഉറ്റമിത്രം ഉണ്ടാകും. വ ഇന്ന ഹവാരിയ അസ്സുബൈർ, എൻ്റെ ഹവാരി സുബൈറാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ കഴിയും. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഹവാരിയുർ റസൂൽ എന്ന അപരനാമം ലഭിക്കുന്നത്. അദ്ദേഹം ബനൂ ഖുറൈളയുടെ അടുക്കൽ ചെന്ന് വിവരങ്ങൾ അന്വേഷിച്ച് മദീനയിൽ വന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിവരങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് സന്തോഷാധിക്യത്താൽ പറയുന്ന വർത്തമാനം, ഫിദാക അബി വ ഉമ്മി, ഫിദാക അബി വ ഉമ്മി. അറബിയിലെ ഈ പ്രയോഗത്തിനൊരു പ്രത്യേകതയുണ്ട്. അതിൻ്റെ നേരായ അർത്ഥം പറഞ്ഞാൽ നിനക്ക് പകരം എൻ്റെ ഉമ്മയെയും വാപ്പയെയും ഞാൻ വേണമെങ്കിൽ പകരം കൊടുക്കാം എന്നാണ്. സന്തോഷാധിക്യം കൊണ്ട്, സന്തോഷം കൊണ്ട് അയാളുടെ സ്ഥാനം മനസ്സിൽ എത്രയെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടി പറയുന്ന വർത്തമാനമാണ്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിദാക അബി എന്ന് പലരോടും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ രണ്ടുപേരെയും ചേർത്ത് പറഞ്ഞത് വിരളം ചില ആളുകളോട് മാത്രമാണ്. അതിൽ ഒന്ന് സുബൈർ ബിനുൽ അവ്വാം റളിയല്ലാഹു അൻഹു ആണ് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം. അദ്ദേഹത്തിൻ്റെ പിതാവ് അവ്വാം ഇബ്നുൽ ഖുവൈലിദ് ഹർബുൽ ഫിജാറിൽ മരണപ്പെട്ട വ്യക്തിയാണ്. ഹർബുൽ ഫിജാർ എന്ന് പറയുന്നത് ജാഹിലിയ കാലഘട്ടത്തിൽ അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിക്കുന്നതിന് മുൻപ് മക്കയിൽ നടന്നിട്ടുള്ള വർഷങ്ങൾ നീണ്ടുനിന്ന കലാപമാണത്. അതിൽ കൊല ചെയ്യപ്പെട്ട ആളാണ് അദ്ദേഹത്തിൻ്റെ പിതാവ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തത് പിതൃ സഹോദരനായിട്ടുള്ള നൗഫൽ ബിൻ ഖുവൈലിദാണ്. ഉമ്മ അദ്ദേഹത്തെ വളർത്തുന്നത് എല്ലാവിധത്തിലുള്ള ശിക്ഷണവും നൽകിക്കൊണ്ടാണ്. ഒരു കുട്ടി മക്കയിൽ ജീവിച്ചു കൊണ്ടിരിക്കെ, അല്ലെങ്കിൽ മക്ക പോലെയുള്ള അന്നത്തെ സാഹചര്യത്തിൽ ഒരു കുട്ടി വളർന്നു വരുമ്പോൾ അവൻ എങ്ങനെയായിരിക്കണം എന്ന് കൃത്യമായി ബോധ്യമുള്ള ആ ഉമ്മ ആ മകന് ശിക്ഷണം നൽകുന്നതായി കാണാൻ കഴിയും. എല്ലാ പ്രയാസങ്ങളും അറിയിച്ചുകൊണ്ടാണ് മകനെ വളർത്തുന്നത്. ഒരിക്കൽ അദ്ദേഹത്തെ ഉമ്മ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നൗഫൽ അടുത്തു വന്നുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സുഫിയ റളിയല്ലാഹു അൻഹയോട്. മാ ഹാക്കദാ യുളറബുൽ വലദ്, എന്തിനാണ് ഈ കുട്ടിയെ നീ ഇങ്ങനെ അടിക്കുന്നത്? ഇന്നകി തളിർബീനഹു ലർബത്തൽ മുബ്ഗിള, എന്തോ ഒരു ദേഷ്യമുള്ള ഒരാള് ദേഷ്യം തീർക്കുന്നതിന് വേണ്ടി മകനെ അടിക്കുന്നത് പോലെ ഉണ്ടല്ലോ. എന്തിനാണ് നീ ഇങ്ങനെ ഇത്ര ദേഷ്യത്തോടു കൂടി മകനെ അടിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ സുഫിയ റളിയല്ലാഹു അൻഹ ചില വരികളാണ് മറുപടിയായി പറഞ്ഞത്. മൻകാല ഇന്നി ഉബ്ഗിലുഹു ഫഖദ് കദിബ്, ഞാൻ എൻ്റെ മകനെ വെറുക്കുന്നു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, അവനോട് എനിക്ക് ദേഷ്യമാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഫഖദ് കദിബ്, അവൻ കളവാണ് പറഞ്ഞത്. വ ഇന്നമാ അളിരിബുഹു ലികയ്യലബ്, ഞാൻ അവനെ അടിക്കുന്നത് അവൻ ധീരനായി വളരാൻ വേണ്ടിയാണ്, പ്രതിസന്ധികളിൽ തളരാതിരിക്കാൻ വേണ്ടിയാണ്, അവൻ ശക്തനായി വളരുന്നതിന് വേണ്ടിയാണ്. വയഹ്സിമൽ ജയ്ശ വയഅതി ബിസ്സലം, സൈന്യത്തിൻ്റെ മുന്നിൽ കടന്ന് അവരെ അട്ടിമറിച്ച് അവരെ അതിജയിച്ച് അവരുടെ മുതൽ പിടിച്ചെടുത്തുകൊണ്ട് എന്നിലേക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടി, അത്രയും ശക്തനാകുന്നതിന് വേണ്ടിയാണ്. വലായകുൻ ലിമാലിഹി ഖബഅൻ മുഖബ്, സ്വന്തം സ്വത്ത് ഒളിപ്പിച്ചു വെച്ചിട്ട് അത് ശത്രുക്കൾ പിടികൂടാതിരിക്കാൻ വേണ്ടി എവിടെയെങ്കിലും പോയി അതുമായി ഒളിച്ചിരിക്കുന്ന ഭീരുവാകാൻ വേണ്ടിയല്ല, അവനെ ശക്തനായ ധീരനായ വ്യക്തിയാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് സുഫിയ റളിയല്ലാഹു അൻഹ മറുപടി പറയുന്നതായി കാണുവാൻ സാധിക്കും. ആ ഉമ്മ നൽകിയ ശിക്ഷണം ആ മകനിൽ ഉണ്ടാക്കിയ മാറ്റം അത്രമേൽ വലുതായിരുന്നു എന്ന് കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ 16-ാമത്തെ വയസ്സിൽ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു വിശ്വസിക്കുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ദഅവത്തിലൂടെയാണ്, അദ്ദേഹത്തിൻ്റെ ക്ഷണത്തിലൂടെയാണ് സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു ഇസ്ലാമിൻ്റെ പാതയിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ ഇസ്ലാം സ്വീകരിച്ച അദ്ദേഹത്തിൻ്റെ എളാപ്പ നൗഫൽ ചെയ്തത് എന്ത് എന്ന് ചോദിച്ചാൽ, ഒരു പായ എടുത്തിട്ട് അദ്ദേഹത്തെ അതിൽ ചുരുട്ടിക്കെട്ടിയതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ തീയിട്ട് പുകച്ചു. അങ്ങനെ ശ്വാസം മുട്ടുന്ന അവസ്ഥയിൽ പായയിൽ കെട്ടി പായയുടെ അറ്റം കത്തിച്ച് അതിൻ്റെ ചൂടും പുകയും ഏറ്റ് ശ്വാസം മുട്ടി മരണത്തെ മുഖാമുഖം കാണുന്ന സമയത്ത് നൗഫൽ അദ്ദേഹത്തോട് പറഞ്ഞത് ഉക്ഫുർ ബിറബ്ബി മുഹമ്മദ്, മുഹമ്മദിൻ്റെ റബ്ബിൽ നീ അവിശ്വസിക്ക, മുഹമ്മദിനെ തള്ളിപ്പറ, മുഹമ്മദിൻ്റെ റബ്ബിനെ നീ തള്ളിപ്പറ, അതിനെ നിഷേധിക്ക്. ഹാദൽ അദാബ്, അങ്ങനെയാണ് എങ്കിൽ ഈ ശിക്ഷയിൽ നിന്ന് ഞാൻ നിന്നെ ഒഴിവാക്കി തരാം എന്ന് സുബൈർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ലാ വല്ലാഹി ലാ അഊദു ലിൽ കുഫ്രി അബദ, ഇല്ല, അല്ലാഹുവാണ്, ഒരിക്കലും ഞാൻ ഈ സത്യനിഷേധത്തിലേക്ക്, കുഫറിലേക്ക് ഒരിക്കലും ഞാൻ തിരിച്ചു വരില്ല എന്ന് ശക്തമായ തീരുമാനം എടുക്കാൻ അതിന് പ്രാപ്തനാക്കിയത് ഉമ്മയുടെ ശിക്ഷണമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. മാത്രമല്ല, ജാഹിലിയ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുൻപ് മക്കയിൽ അദ്ദേഹത്തെക്കാൾ പ്രായമുള്ള, അദ്ദേഹം ചെറിയ കുട്ടിയായിരിക്കെ അദ്ദേഹത്തെക്കാൾ പ്രായമുള്ള ഒരാളുമായി ശണ്ട കൂടുകയും
അയാളുടെ കൈ സുബൈർ റളിയല്ലാഹു അൻഹു അടിച്ചൊടിക്കുകയും ചെയ്തു. സൊഫിയ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് അയാൾ പരാതിയുമായി വന്നുകൊണ്ട് പറഞ്ഞു, സുബൈർ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന്. അദ്ദേഹത്തെക്കാൾ എത്രയോ പ്രായമുള്ള ആളാണ്. അപ്പോൾ സൊഫിയ റളിയല്ലാഹു അൻഹ ചോദിച്ചത്, കൈഫ റഅയ്ത സുബ്രൻ, നിങ്ങൾ സുബൈറിനെ എങ്ങനെയാണ് കാണുന്നത്? ആ ഉഖിത്തൻ, അവനെന്താ പാലിൻ്റെ പാടയാണെന്ന് വിചാരിച്ചോ? ഒരു കൈ കൊണ്ടിങ്ങനെ എടുത്ത് വിരൽ കൊണ്ടിങ്ങനെ തട്ടിത്തെറിപ്പിച്ച് കളയാൻ പാകത്തിന് ഒരു കുട്ടിയാണെന്ന് കരുതിയാണോ അവനോട് കളിക്കാൻ ചെന്നത്? അതുമല്ലെങ്കിൽ ഔതംറൻ, നിങ്ങൾക്ക് എടുത്തു വിഴുങ്ങാൻ പാകത്തിന് ഒരു ചെറിയ കുട്ടി എന്ന നിലക്കാണോ അവനോട് കളിക്കാൻ ചെന്നത്? എടുത്ത് തിന്നാൻ പാകത്തിനുള്ള ഒരു തമ്രാണ്, കാരക്കയാണ് സുബൈർ എന്നാണോ നിങ്ങൾ വിചാരിച്ചത്? എന്നാൽ ആള് മാറിപ്പോയി എന്നാ. അത്രയും ശക്തമായ രൂപത്തിലാണ് മകനെ വളർത്തിയത് എന്ന് നമുക്ക് കാണാൻ കഴിയും. സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ നാട്ടിൽ വിദ്യാർത്ഥികളുടെ, കൗമാരക്കാരായ ആളുകളുടെ പ്രത്യേകിച്ചും ആത്മഹത്യയുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ട വാർത്ത, മലപ്പുറം ജില്ലയിലെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 15-16 വയസ്സു മാത്രം പ്രായമുള്ള പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. കാരണം എന്ത് എന്ന് ചോദിച്ചാൽ, ഒരുപാട് നേരം മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയിൽ നിന്ന് സഹോദരി മൊബൈൽ ഫോൺ വാങ്ങിയെടുത്തതാണ് കാരണം. മക്കൾക്ക് ചെറിയ പ്രതിസന്ധികൾ പോലും തരണം ചെയ്യാനുള്ള മാനസിക വളർച്ച ഇല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ സ്നേഹം എന്ന് പറഞ്ഞ് മക്കൾക്ക് കൊടുക്കുന്ന ശിക്ഷണം ഏത് രൂപത്തിലാണ്? മക്കളോടുള്ള സ്നേഹം എന്ന് പറഞ്ഞ് അവരുടെ എല്ലാ ആഗ്രഹങ്ങളും നമ്മൾ സാധിച്ചു കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതിന് ഇട്ടിരിക്കുന്ന ഓമന പേര് മക്കളോടുള്ള സ്നേഹം എന്നാണ്. അത് അവരെ ഏത് വിധത്തിലാണ് ബാധിക്കുന്നത്? ജീവിതത്തിൽ അവർ സ്വയം പര്യാപ്തരായി സമൂഹത്തിൽ ഇറങ്ങി നിൽക്കുന്ന സമയത്ത്, എന്തെങ്കിലും ഒരു പ്രതിസന്ധി ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന സമയത്ത്, ഒരു പരാജയം നേരിടേണ്ടി വരുന്ന സമയത്ത് അത് തരണം ചെയ്യാനുള്ള മാനസിക പ്രാപ്തി അവർക്ക് നേടിയെടുക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ ഈ സ്നേഹത്തിന് എന്ത് പ്രാധാന്യമാണുള്ളത്? വാപ്പമാർ പലപ്പോഴും കടം വാങ്ങിയിട്ടാണെങ്കിലും മക്കളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. അല്ല, മക്കൾ അറിയണം വാപ്പയുടെ വരുമാനം എന്താണ് എന്ന് മക്കൾ അറിയണം, വീട്ടിലെ സാമ്പത്തിക സ്ഥിതി എന്താണ് എന്ന് മക്കൾ അറിയണം, വാപ്പയുടെയും ഉമ്മയുടെയും ആരോഗ്യസ്ഥിതി മക്കൾ അറിയണം. അങ്ങനെ എല്ലാം അറിയിച്ചുകൊണ്ട് മക്കളെ വളർത്താൻ നമുക്ക് കഴിയണം. അപ്പോഴേ അവർ നമുക്ക് നാളെ താങ്ങാവുകയുള്ളൂ. അതിനോടൊപ്പം തന്നെ അവരുടെ ജീവിതത്തിൽ അടിപതറാതെ മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കണമെങ്കിൽ ആ രൂപത്തിലുള്ള ഒരു ശിക്ഷണം അവർക്ക് നൽകേണ്ടതുണ്ട്. സുബൈർ ബിനുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ബാല്യം നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്. മാത്രമല്ല 3 ഹിജറകളിൽ പങ്കെടുത്ത ആളാണ് സുബൈർ ബിനുൽ അവ്വാം റളിയല്ലാഹു അൻഹു. അബിസീനിയയിലേക്ക് 2 തവണയും മദീനയിലേക്ക് 1 തവണയും ഹിജറ ചെയ്ത ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് സുബൈർ ബിനുൽ അവ്വാം റളിയല്ലാഹു അൻഹു. അതോടൊപ്പം തന്നെ ഇസ്ലാമിനു വേണ്ടി ആദ്യമായി വാള് ഉറയിൽ നിന്ന് ഊരിയ ആൾ, അവ്വലു മൻ സല്ല സൈഫഹു എന്ന് പറയുന്നതും സുബൈർ ബിനുൽ അവ്വാം റളിയല്ലാഹു അൻഹു ആണ്. മക്കയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ വാളെടുത്തിട്ടില്ല, പ്രവാചകൻ അതിന് അനുവാദം നൽകിയിട്ടില്ല. എന്നാൽ ദാറുൽ അർഖമിൽ സുബൈർ ബിനുൽ അവ്വാം റളിയല്ലാഹു അൻഹുവും മറ്റു സഹാബിമാരും ഒരുമിച്ച് കൂടിയിരിക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിലെ മുശ്രിക്കുകൾ ബന്ധനസ്ഥരാക്കിയിട്ടുണ്ട് എന്നും പ്രവാചകനെ വധിക്കും എന്നും വാർത്ത അറിഞ്ഞ സമയത്ത് സുബൈർ ബിനുൽ അവ്വാം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഉറയിൽ നിന്ന് വാളൂരി ശത്രുക്കളെ ലക്ഷ്യമായി പുറപ്പെടുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വഴിയിൽ കണ്ടപ്പോൾ പ്രവാചകൻ സുബൈർ ബിനുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്തായിരുന്നു നിന്റെ ഉദ്ദേശമെന്ന് ചോദിച്ചപ്പോൾ, പ്രവാചകരെ അങ്ങയെ കൊല ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിലുള്ള ഓരോരുത്തരോടും യുദ്ധം ചെയ്ത് ഞാൻ ഷഹീദാകുന്നതുവരെ ഈ വാള് ഉറയിൽ ഇടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൽ ആദ്യമായി അവ്വലു മൻ സല്ല സൈഫഹു ഫീ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആദ്യമായി ഊരിപ്പിടിച്ച വാളുമായി പുറപ്പെട്ട ആളാണ് സുബൈർ ബിനുൽ അവ്വാം റളിയല്ലാഹു അൻഹു. മാത്രമല്ല ധീരതയുടെ കാര്യത്തിൽ പേരുകേട്ട സ്വഹാബിയായിരുന്നു സുബൈർ ബിനുൽ അവ്വാം റളിയല്ലാഹു അൻഹു. നമുക്കറിയാം, ബദറിൽ മുസ്ലിം പക്ഷത്ത് ആകെ 2 കുതിരപ്പടയാളികൾ മാത്രമാണുള്ളത്. ശത്രുപക്ഷത്ത് ഒരുപാട് കുതിരപ്പടയാളികൾ ഉണ്ടായിരിക്കെ മുസ്ലിം പക്ഷത്ത് കുതിരപ്പടയാളികളായുള്ളത് 2 ആളുകളാണ്.
അതിൽ ഒന്ന് സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവും രണ്ടാമത്തെ ആള് മിഖ്ദാദ് ഇബ്നുൽ അസ്വദ് റളിയല്ലാഹു അൻഹുവുമാണ് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം തൻ്റെ മകനോട് പറയുന്ന ഒരു വർത്തമാനമുണ്ട്. സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു തൻ്റെ മകനെ വിളിച്ചുകൊണ്ട് പറയുന്ന ഒരു വർത്തമാനമുണ്ട്. മോനെ, മാ മിന്നി ഉളുവുൻ ഇല്ലാ വഖദ് ജുരിഹ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മോനെ, വാപ്പയുടെ ശരീരത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഈ ദീനിനു വേണ്ടി പുറത്തിറങ്ങി നടന്നിട്ട്, അതിൻ്റെ പ്രചാരണത്തിന് വേണ്ടി ഇറങ്ങി നടന്നിട്ട് മുറിവേൽക്കാത്ത ഒരു അവയവം പോലും വാപ്പയുടെ ശരീരത്തിലില്ല മോനെ എന്ന് സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു മകനോട് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നെഞ്ചിൽ മാത്രം 37 മുറിവുകൾ ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. എപ്പോൾ സംഭവിച്ചതാണെന്നറിയോ? ഉഹുദ് യുദ്ധത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുന്നിൽ ഒരു പരിചയായി നിന്ന് പ്രവാചകനിലേക്ക് വന്ന എല്ലാ വെട്ടുകളും കുത്തുകളും സ്വന്തം നെഞ്ചുകൊണ്ട് ഏറ്റുവാങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ടായ മുറിവൻ. അദ്ദേഹത്തിൻ്റെ മകൻ പറയുന്ന ഒരു വർത്തമാനമുണ്ട്. ഉർവത്ത് ഇബ്നു സുബൈർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകൻ പറയുന്നുണ്ട്, എൻ്റെ വാപ്പയുടെ ചുമലിൽ 2 മുറിവുകൾ ഉണ്ടായിരുന്നു. കുൻതു അദ്ഖിലു അസാബിഇ ഫീ തിൽകൽ ദർബാത്ത്. വാപ്പയുടെ ആ മുറിവുകളിലൂടെ ഞാൻ എൻ്റെ വിരൽ കയറ്റി കളിക്കുമായിരുന്നു വിരലോടിച്ച് കളിക്കുമായിരുന്നു. വാപ്പ എന്നെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഉപ്പയുടെ ചുമലിലുള്ള ആ മുറിവിലൂടെ ഞാൻ വിരലോടിച്ച് കളിക്കുമായിരുന്നു. അത്രയും വലിയ ഒരു മുറിവ് അദ്ദേഹത്തിൻ്റെ 2 മുറിവുകൾ അദ്ദേഹത്തിൻ്റെ ചുമലിൽ ഉണ്ടായിരുന്നു. സംഭവിച്ചത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കുന്ന സമയത്ത് ഹിജറ 15-ാം വർഷം ഇസ്ലാമിക ചരിത്രത്തിലുണ്ടായ യർമൂക്ക് യുദ്ധത്തിൽ സൈന്യത്തിൻ്റെ അടുക്കലേക്ക്, ശത്രു സൈന്യത്തിൻ്റെ അടുക്കലേക്ക് ആരാണ് ചെന്ന് അവരുടെ സ്വഫ് ഭേദിച്ച് അവരുടെ അണിമുറിച്ച് കടന്ന് തിരിച്ചു വരാൻ കഴിയുന്നത് എന്ന് സ്വഹാബികൾ ചോദിച്ചപ്പോൾ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു അതിന് തയ്യാറായി. അദ്ദേഹം ഒറ്റക്ക് ശത്രുക്കളുടെ അണിമുറിച്ച് അറ്റം തൊട്ട് തിരിച്ചു വരികയും അത് 2 തവണ, രണ്ടാമത്തെ തവണ അദ്ദേഹം തിരിച്ചു വരുന്ന സമയത്ത് ശത്രുക്കൾ അദ്ദേഹത്തിൻ്റെ കുതിരയുടെ കടിഞ്ഞാൺ പിടിക്കുകയും അദ്ദേഹത്തിൻ്റെ പുറത്ത് വെട്ടുകയും ചെയ്തതിൻ്റെ ഭാഗമായി ഉണ്ടായ മുറിവാണ് എന്ന് ചരിത്രത്തിൽ ആ മുറിവുകളെ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇങ്ങനെ ധീരതയുടെ കാര്യത്തിൽ പേരുകേട്ട വ്യക്തിയായിരുന്നു സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു. ഹിജറ 36-ാം വർഷമാണ് അദ്ദേഹം വഫാത്താകുന്നത്. അത് ജമൽ യുദ്ധത്തിൻ്റെ വേളയിലാണ്. ജമൽ യുദ്ധത്തിൻ്റെ ചരിത്രം നാം വേറെ പഠിക്കേണ്ടുന്നത് തന്നെയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് എതിരായിക്കൊണ്ട് നടത്തപ്പെട്ട യുദ്ധത്തിൽ ആണ് അദ്ദേഹം വഫാത്താകുന്നത്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പക്ഷത്ത് മുസ്ലിം എന്ന പേരിൽ കയറിക്കൂടിയ ഖവാരിജായിട്ടുള്ള ഇബ്നു ജുർമൂസ് എന്ന് പറയുന്ന മനുഷ്യനാണ് സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിനെ പിന്നിൽ നിന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ സുബൈർ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചതിന് ശേഷം സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ വാളും എടുത്ത് ഇബ്നു ജുർമൂസ് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നുണ്ട്. സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ വാളുമായി ചെല്ലുമ്പോൾ അലി റളിയല്ലാഹു അൻഹു തന്നെ സ്വീകരിക്കുമെന്നും തനിക്ക് സമ്മാനങ്ങൾ നൽകുമെന്നും തന്നെ പ്രശംസിക്കുമെന്നും വിചാരിച്ചുകൊണ്ടാണ് ഇദ്ദേഹം അങ്ങോട്ട് ചെല്ലുന്നത്. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് ഈ വാള് കൊടുത്തയച്ചു. പ്രവേശനത്തിന് അനുവാദം ചോദിച്ചു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ലാ തഅ്ദൻ ലഹു, അവന് അനുവാദം നൽകരുത്. എന്നിട്ട് പരിചാരകൻ കൊണ്ടുവന്ന ആ വാൾ, സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിൻ്റെ വാൾ കയ്യിൽ എടുത്ത് പിടിച്ചുകൊണ്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വർത്തമാനമുണ്ട്. ഇന്ന ഹാദ സൈഫ തഅലമ ഫറജൽ ഖുറബ അൻ വജ്ഹി റസൂലില്ലാ. ഈ വാളുണ്ടല്ലോ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ നേരെ വന്ന എത്ര പ്രതിസന്ധികളെയാണ് ഈ വാൾ തട്ടി നീക്കിയത് എന്നറിയോ? അത്രയേറെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പ്രവാചകന്റെ സംരക്ഷണത്തിനു വേണ്ടി പ്രവർത്തിച്ച ആളാണ് സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു. എന്നിട്ട് ഇതുകൂടി ചേർത്ത് പറഞ്ഞു, വബശ്ശിർ ഖാതിൽ ഇബ്നു സഫിയ ബിന്നാർ. സഫിയ റളിയല്ലാഹു അൻഹയുടെ മകനെ വധിച്ച അഥവാ സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിനെ വധിച്ചവന് നരകം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചേക്ക് എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണുവാൻ സാധിക്കും. സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന
മനുഷ്യൻ്റെ ജീവിതം എത്രമേൽ ഇസ്ലാമുമായി, ഇസ്ലാമിൻ്റെ പ്രബോധനവുമായി ഇഴചേർന്ന് കിടക്കുന്നു എന്ന് നമുക്ക് ഈ ചരിത്രത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അതിലേറെ സ്വന്തം ജീവിതത്തിൽ ഏറെ സൂക്ഷ്മത പുലർത്തിയ വ്യക്തിയായിരുന്നു സുബൈർ ബിനുൽ അവ്വാം റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിനോട് അദ്ദേഹത്തിൻ്റെ മകൻ അബ്ദുല്ലാഹിബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. പിതാവേ, അങ്ങ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരുപാട് കാലം ജീവിച്ച ആളാണല്ലോ. എന്നിട്ടും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ റിപ്പോർട്ട് ചെയ്തതുപോലെ അങ്ങ് എന്താണ് ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ മകനോട് സുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നൊരു വർത്തമാനമുണ്ട്, ഒരു മറുപടിയുണ്ട്. അമാ ഇന്നി ലം ഉഫാരിഖുഹു മുൻദു അസ്ലംതു. നീ പറഞ്ഞത് ശരിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഞാൻ വിശ്വസിച്ചതിന് ശേഷം, ഞാൻ മുസ്ലിം ആയതിന് ശേഷം ആ പ്രവാചകനെ പിരിഞ്ഞ് ഒരു നിമിഷം ഞാൻ ഇരുന്നിട്ടില്ല. എന്നിട്ടും ഞാൻ എന്തുകൊണ്ടാണ് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യാതിരുന്നത്? വലാകിന്നി സമീഅതു യഖൂൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖഅദഹു മിനന്നാർ. എൻ്റെ മേൽ ആരെങ്കിലും കളവ് പറയുകയാണ് എങ്കിൽ അവൻ നരകത്തിൽ പ്രവേശിക്കട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ അടുത്തു നിന്ന് എൻ്റെ വർത്തമാനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതല്ലാത്ത ഒരു വാക്കെങ്കിലും വന്നു പോകുമോ എന്ന ഭയം കൊണ്ടാണ് ഞാൻ പ്രവാചകനിൽ നിന്നുള്ള വർത്തമാനങ്ങൾ റിപ്പോർട്ട് ചെയ്യാതിരുന്നത് എന്ന് സുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണുവാൻ സാധിക്കും. ഇത് നമ്മൾ എപ്പോഴാണ് ചർച്ച ചെയ്യുന്നത് എന്നറിയാം? അവനവൻ്റെ സംഘടനാ താല്പര്യങ്ങൾക്കോ അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന ആദർശങ്ങൾക്കോ വേണ്ടി ഹദീസുകൾ നിർമ്മിക്കുകയോ അല്ലെങ്കിൽ ഉള്ളതിനെ വളച്ചൊടിക്കുകയോ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ പോലും വളച്ചൊടിക്കുകയോ ചെയ്യുന്ന പണ്ഡിതന്മാർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മളിത് ചർച്ച ചെയ്യുന്നത്. ഞാൻ വരുന്നത് കരുനാഗപ്പള്ളിയിൽ നിന്നാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിരന്തരം സന്ദർശിക്കാറുള്ളൊരു സ്ഥലം അതാണ്. ഇങ്ങനെയാണ് ചിലരൊക്കെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ മുത്തം കൊടുക്കുകയും അതിനുശേഷം സാധാരണ വിവാഹ അന്വേഷണം നടത്തുമ്പോൾ മഹർ പറയുന്നത് പോലെയാണ്, ഒരു 3 ഏക്കർ അവിടെ, അതിലിന്നത്, അതിന് വേണ്ട ധനം, ഇങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാർ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ സുബൈർ ബിനുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിനെ ചർച്ച ചെയ്യുന്നത്. എത്രമേൽ പ്രസക്തമാണ് ആ ചരിത്രം എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടുന്നതുണ്ട്. അതോടൊപ്പം തന്നെ സുബൈർ ബിനുൽ അവ്വാം റളിയല്ലാഹു അൻഹു തൻ്റെ മക്കളോട് നടത്തിയ ഒരു വസിയത്തുണ്ട്. വ ഇൻ മിൻ അക്ബർ ഹമ്മി ലദൈനി. മക്കളോട് മരണസമയത്ത് സുബൈർ ബിനുൽ അവ്വാം റളിയല്ലാഹു അൻഹു പറയുന്നത്, എൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് എൻ്റെ കടങ്ങളാണ്. അതുകൊണ്ട് എൻ്റെ കടങ്ങൾ നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അത് വീട്ടണം. അഫതറ യബ്കി ദൈനുന മിനൽ മാലി ശൈഅ. എൻ്റെ കടമെല്ലാം വീട്ടിയതിന് ശേഷം നമ്മുടെ സമ്പത്തിൽ എന്തെങ്കിലും ബാക്കി ഉണ്ടാകും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ ധനം എൻ്റെ കടം തീർക്കാൻ വേണ്ടി മാത്രം മതിയായതാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? യാ ബുനയ്യ ഇൻ അജസ്ത അൻഹു ഫീ ഷൈഇൻ. മക്കളെ, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം അത് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ, എൻ്റെ സമ്പത്ത് കൊണ്ട് നിങ്ങൾ കടം വീട്ടാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾക്കതിന് സാധിച്ചിട്ടില്ല എങ്കിൽ, നിങ്ങളുടെ കയ്യിൽ പണമില്ല എങ്കിൽ, ഫസ്തൈൻ അലൈഹി മൗലായ, നിങ്ങൾ എൻ്റെ മൗലായോട്, എൻ്റെ യജമാനനോട് നിങ്ങൾ സഹായം ചോദിച്ചോ. എൻ്റെ യജമാനനോട് നിങ്ങൾ സഹായം ചോദിക്കണേ. അപ്പോൾ മക്കൾ ചോദിച്ചു, അല്ല, ആരാണ് അങ്ങയുടെ മൗല എന്ന് ചോദിച്ചപ്പോൾ സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് അള്ളാഹുവാണ് എന്ന്. അള്ളാഹുവിനോട് സഹായം ചോദിച്ചോ എന്നാണ് വാപ്പ മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശം. പക്ഷേ നമുക്ക് പണ്ഡിതന്മാർ എന്ന് പറയപ്പെടുന്ന ആളുകൾ തരുന്ന ഉപദേശം വേറെയാണ്. നിങ്ങളുടെ പ്രതിസന്ധി എന്താ? മക്കളില്ലാത്തതാണോ? ഇന്ന സ്ഥലത്തേക്ക് പോയിക്കോ, അതിന് തിരുവനന്തപുരത്ത് ഇന്ന സ്ഥലമുണ്ട്, അവിടെ വെറുതെ പോകരുത്, ഇന്നതുമായിട്ട് വേണം പോകാൻ. വാഴക്കുല കൊണ്ടുപോകേണ്ട സ്ഥലങ്ങളും
അരിപ്പത്തിരിയും കോഴിയിറച്ചിയും കൊണ്ടുപോകേണ്ട സ്ഥലങ്ങൾ വരെ ഉണ്ട്. നമ്മൾ ഓൺലൈനിലൊക്കെ കയറി നോക്കിയാൽ ഇത്തരത്തിലുള്ള പണ്ഡിതന്മാരാണ് ഈ രംഗം വാഴ്ന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണ ഓൺലൈനിൽ നമ്മൾ കയറിയിട്ട് നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റിന് അത് കേരളത്തിലേക്ക് വേണ്ടതാണ് എങ്കിൽ, സെൻട്രൽ ഗവൺമെൻറ്റിന് വേണ്ടതാണ് എങ്കിൽ എവിടെ പോകണം, ഏതൊക്കെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം എന്നൊക്കെ ആളുകൾ ഇങ്ങനെ പറയും. ഇതുപോലെ തന്നെ ചില ആളുകളൊക്കെ ഇസ്ലാമിൻ്റെ പേരിൽ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങളുടെ പ്രശ്നം ഇന്നതാണോ? കടമാണോ? കടമാണെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് പോയിട്ട് കാര്യമില്ല, അതിന് കൊല്ലത്ത് പ്രത്യേക സ്ഥലമുണ്ട്, അവിടെ ചെല്ലുമ്പോൾ അരി വറുത്തത് കൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ് കൊണ്ടുപോകേണ്ടത്. ഇങ്ങനെ സ്ഥലം നിശ്ചയിച്ച് അവിടേക്ക് കൊണ്ടുപോകേണ്ടുന്ന പൂജാദ്രവ്യങ്ങൾ നിശ്ചയിച്ച് അങ്ങനെയാണ് മതം പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ചിലരൊക്കെ. എന്നാൽ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു മക്കളോട് പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണ് എങ്കിൽ എൻ്റെ യജമാനനോട് ചോദിച്ചോ. ആരാ യജമാനൻ? അള്ളാഹുവിനോട് ചോദിച്ചോ എന്ന് കൃത്യമായ മതബോധം മക്കൾക്ക് പകർന്നു കൊടുക്കാൻ ആ പിതാവിന് സാധിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ രൂപത്തിൽ സത്യം സത്യമായി മനസ്സിലാക്കി സത്യത്തിൻ്റെ വക്താക്കളാകുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ സുഹൃത്തുക്കളുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആരുടെയെങ്കിലുമൊക്കെ സുഹൃത്തുക്കളാണ്. നമ്മുടെ സുഹൃത്തുക്കൾ എങ്ങനെയുള്ള ആളുകളാണ്? ഒരാലോചന നമ്മൾ നടത്തണം. അല്ലെങ്കിൽ ഞാൻ എന്ന സുഹൃത്ത് മറ്റുള്ളവർക്ക് എങ്ങനെയാണ്? ഒരു കവി പാടിയതായി കാണാം, സ്വദീഖുക മൻ സ്വദഖക. നിൻ്റെ യഥാർത്ഥ കൂട്ടുകാരൻ ആരാന്നറിയോ? സ്വദീഖുക മൻ സ്വദഖക. നിന്നോട് സത്യം പറയുന്നവനാണ് യഥാർത്ഥ കൂട്ടുകാരൻ. ലാ മൻ സ്വദ്ദഖക. നീ പറയുന്നതെല്ലാം സത്യപ്പെടുത്തുന്നവനല്ല നിൻ്റെ കൂട്ടുകാരൻ. നേരെമറിച്ച് നീ കൂട്ടുകാരനാക്കേണ്ടത് നിന്നോട് സത്യം പറയുന്നതാണ്. എന്താ വ്യത്യാസമെന്ന് ചോദിച്ചാൽ, നിൻ്റെ അടുത്തു നിന്ന് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടാകുമ്പോൾ, പിഴവുകൾ ഉണ്ടാകുമ്പോൾ ആ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചിട്ട് നീ ചെയ്തത് തെറ്റാണ് എന്ന് സത്യസന്ധമായി നിന്നോട് ഇടപെടുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്. അതല്ലാതെ നീ എന്തു ചെയ്താലും അതാ ശരി, നീ ചെയ്തത് തന്നെയാണ് ശരി, അല്ലെങ്കിൽ നീ പറഞ്ഞതാ ശരി, അപ്പോൾ നീ അങ്ങനെ തന്നെയായിരുന്നു പ്രതികരിക്കേണ്ടിയിരുന്നത് എന്ന് നീ പറയുന്നതെല്ലാം അല്ലെങ്കിൽ നീ ചെയ്യുന്നതെല്ലാം സത്യപ്പെടുത്തുന്ന ആളല്ല യഥാർത്ഥത്തിൽ സുഹൃത്ത്. അലൈക ബിമൻ യുഹദ്ദിറുകൽ ഇഫ്ലാസ്. നിന്നോട് ഇഫ്ലാസിനെ കുറിച്ച് താക്കീത് ചെയ്യുന്നവനെ നീ സുഹൃത്തായി സ്വീകരിച്ചോ. എന്താ ഇഫ്ലാസ് എന്ന് പറഞ്ഞാൽ? പാപ്പരായി പോകും എന്ന് നിന്നോട് പറയുന്നവൻ. എവിടെ? പരലോകത്ത്. ഇങ്ങനെയാണ് നിന്റെ ജീവിതമെങ്കിൽ നാളെ പരലോകത്ത് നീ പാപ്പരായി പോകും കേട്ടോ. നിന്റെ നന്മകളെല്ലാം നശിച്ചു പോകും. നിന്റെ നന്മകളെല്ലാം മറ്റൊരുത്തൻ അവകാശിയായി വന്ന് അവന് റബ്ബ് എടുത്തു കൊടുക്കുന്ന ഒരവസ്ഥയുണ്ടാകും. അതുകൊണ്ട് പരലോകത്ത് നീ പാപ്പരായി പോകും എന്ന് നിന്നെ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നവൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനാണ് നിന്റെ യഥാർത്ഥ സുഹൃത്ത് എന്ന് പറയുന്നത്. അവനെ നീ സുഹൃത്തായി സ്വീകരിച്ചോ. വഇയ്യാക ലിമൻ യഖൂലു ലാ ബഅസ് ലാ ബഅസ്. നീ എന്ത് ചെയ്താലും കുഴപ്പമില്ല. ലാ ബഅസ് ലാ ബഅസ്. നീ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നിന്നെ തെറ്റുകൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവനെ നീ സുഹൃത്തുക്കളായി സ്വീകരിക്കരുത് എന്നാണ്. നമ്മൾ ആലോചിക്കേണ്ടുന്നത് നമ്മുടെ സുഹൃത്തുക്കൾ അങ്ങനെയാണോ എന്നും, അല്ലെങ്കിൽ നമ്മളാകുന്ന സുഹൃത്ത് ഈ രൂപത്തിലാണോ നമ്മുടെ സുഹൃത്തുക്കളോട് ഇടപെടുന്നത് എന്നുമാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാൻ കഴിയും, റഹിമല്ലാഹു മൻ അഹ്ദാ ഇലയ്യ ഉയൂബി. അള്ളാഹു ഒരുത്തന് റഹ്മത്ത് ചെയ്യട്ടെ. എങ്ങനെയുള്ള ആളാണെന്നറിയോ?
അഹ്ദാ ഇലയ്യ ഉയൂബി, എൻ്റെ പോരായ്മകൾ എനിക്ക് പറഞ്ഞു തരുന്ന, അത് തിരുത്തണം എന്ന് എന്നോട് ആവശ്യപ്പെടുന്ന ഒരുത്തനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. നമുക്കോ? നമ്മുടെ പോരായ്മ ആര് നമ്മളോട് പറയുന്നോ അവരോടാണ് നമുക്ക് വിരോധം. അവനെ പിന്നെ നമുക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. എന്നാലും അവൻ എൻ്റെ മുഖത്ത് നോക്കി അങ്ങനെ പറഞ്ഞല്ലോ എന്നാണ്. അപ്പോഴും നമ്മൾ ആലോചിക്കാത്തൊരു കാര്യമുണ്ട്, അവൻ പറഞ്ഞതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്ന്. അവൻ എന്നെക്കുറിച്ചാണല്ലോ പറഞ്ഞത്, വേറെ ആരെയും കുറിച്ചല്ലല്ലോ. ഞാൻ അങ്ങനെയാണോ എന്നല്ലേ ആദ്യം ആലോചിക്കേണ്ടത്. പക്ഷെ നമ്മളെന്താണ് ആലോചിക്കുക? അവൻ എന്നോട് അങ്ങനെ പറയാനും മാത്രമായി അല്ലേ? അങ്ങനെയുള്ള ആളുകളോട് നമുക്ക് തോന്നുന്ന ഒരു രീതിയാണ്. എന്നാൽ എന്താ തോന്നേണ്ടത്? അവന് അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എനിക്ക് തെറ്റ് സംഭവിച്ചു പോയിട്ടുണ്ട് എങ്കിൽ അത് തിരുത്താനുള്ള ശ്രമം ഉണ്ടാവുകയും അവനാണ് എൻ്റെ യഥാർത്ഥ കൂട്ടുകാരൻ എന്ന് മനസ്സിലാക്കി അവനെ ചേർത്ത് പിടിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വർത്തമാനമുണ്ട് ചരിത്രത്തിൽ. ഇന്നി ലഅർജു അൻ അകൂന അന വതൽഹ വസുബൈർ വഉസ്മാൻ മിമ്മൻ ഖാല അല്ലാഹ്. അലി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാനും അതോടൊപ്പം തന്നെ ത്വൽഹ റളിയല്ലാഹു അൻഹുവും വസുബൈർ റളിയല്ലാഹു അൻഹുവും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവും മിമ്മൻ ഖാല അല്ലാഹ്, അല്ലാഹു പറഞ്ഞതുപോലെ ആയിരുന്നെങ്കിൽ എന്ന് ആകണം എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഓതി വെച്ച ആയത്ത് വിശുദ്ധ ഖുർആനിലെ 15-ാം അധ്യായം സൂറത്തുൽ ഹിജ്റിലെ 47-ാമത്തെ വചനമാണ്. വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ. ചില ആളുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞൊരു വർത്തമാനമാണത്. വനസഅനാ മാ ഫീ സുദൂരിഹിം, അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് നാം ഊരിയെടുത്തു കളഞ്ഞു. മിൻ ഗില്ലിൻ, ആളുകളോടുള്ള വിദ്വേഷം, പക എന്ന് പറയുന്നത് അവരുടെ മനസ്സിൽ നിന്ന് ഞാൻ ഊരിയെടുത്തു കളഞ്ഞു. എന്നിട്ട് ഇഖ്വാനൻ, അവരെ ഏകോദര സഹോദരന്മാരാക്കി. അലാ സുറുരിൻ മുതഖാബിലീൻ, സ്വർഗത്തിൽ അവർ ഒരേ കട്ടിലുകളിൽ ഇങ്ങനെ ഇരുന്ന് പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്നവരാക്കി എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ ആളുകളുടെ കൂട്ടത്തിൽ ഞാനും ത്വൽഹയും സുബൈറും ഉസ്മാനും റളിയല്ലാഹു അൻഹും അങ്ങനെ ഞങ്ങൾ ആകണം എന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി. അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകളായി നമുക്കങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ എന്നാണ് ആലോചിക്കേണ്ടത്. നമ്മുടെ കൂടെയുള്ള ആളുകളെ കുറിച്ച്, എൻ്റെ കൂടെയുള്ള ആളുകളെക്കുറിച്ച്, ആത്മബന്ധമുള്ള ആളുകളെക്കുറിച്ച്, ആദർശബന്ധമുള്ള ആളുകളെക്കുറിച്ച്, ഇവരൊക്കെ എന്നോടൊപ്പം ഈ ആയത്തിൽ പറഞ്ഞതുപോലെ സന്തോഷത്തോടു കൂടി മുഖത്തോട് മുഖം നോക്കി സ്വർഗത്തിൽ ഒരേ കട്ടിലുകളിൽ ഒരേ കസേരകളിൽ ഇരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഇവരൊക്കെ ഉണ്ടാകണം എന്ന് പേരെടുത്ത് ആഗ്രഹിക്കാൻ കഴിയുന്ന സൗഹൃദം, അങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇല്ല എങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളാണ് ആലോചിക്കേണ്ടത്. ഞാൻ പറഞ്ഞത് അവിവേകമാണ് എന്നല്ല ചിന്തിക്കേണ്ടത്, എന്തുകൊണ്ട് എനിക്കങ്ങനെ തോന്നുന്നില്ല എന്നാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അങ്ങനെ ഒരു ആലോചനയും അതിലൂടെ സഹജീവികളോട്, സുഹൃത്തുക്കളോട് ആത്മാർത്ഥമായ സ്നേഹവും അവരും എന്നോടൊപ്പം സ്വർഗത്തിൽ ഉണ്ടാകണം എന്ന ആഗ്രഹവും അതിനു വേണ്ടിയുള്ള പരിശ്രമവും പ്രാർത്ഥനയും നല്ല സൗഹൃദങ്ങളെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കാനുള്ള ചിന്തയും പ്രയത്നവും നമ്മളിൽ നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെയുമുള്ള തെറ്റുകുറ്റങ്ങൾ നാഥൻ നമുക്ക് ഏവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ പള്ളിയിലെ ഇമാമ്, അദ്ദേഹത്തിൻ്റെ മാതാവ് അസുഖബാധിതയായതിനെ തുടർന്ന് നാട്ടിലേക്ക് പോയിട്ടുണ്ട്. ആ ഉമ്മക്ക് അള്ളാഹു പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, സിഹത്തും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ രോഗത്തിൻ്റെ പ്രയാസം കൊണ്ട് പ്രാർത്ഥനയിൽ വസിയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്. അവരുടെ എല്ലാം രോഗം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ ഫളല് കൊണ്ട് ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവർക്കെല്ലാവർക്കും ആരോഗ്യവും ആയുസ്സും പ്രദാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെയുമുള്ള തെറ്റുകുറ്റങ്ങൾ നാഥൻ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മളിൽ
നിന്ന് മരണപ്പെട്ടു പോയ ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, അവരുടെ എല്ലാം ഖബറുകളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. പലവിധ സാമ്പത്തിക പ്രയാസങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, അവരുടെ എല്ലാം പ്രയാസങ്ങളെ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത് റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ